ഛ, എൻ്റെ കുഞ്ഞിനെ കിട്ടി. അയാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആനന്ദ കണ്ണീരോടെ അവനത് പറയുമ്പോൾ ആദ്യമായിട്ട് ഒരാളുടെ നാവിൽ നിന്നും അച്ഛ എന്നുള്ള വിളി കേട്ട് ദേവന്റെ കണ്ണും മനസ്സും നിറഞ്ഞിരുന്നു. ഇത്രയും നാളും സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷവും സാറെന്ന് വിളിച്ച അതേ നാവിൽ നിന്നും അവൻ അച്ഛ എന്ന് വിളിക്കുന്നത് കേട്ട് ദേവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിയിരുന്നു. ചാർലി മോനെ, അയാൾ അവനെ തൻ്റെ തോളിൽ നിന്ന് മാറ്റിക്കൊണ്ട് വിളിച്ചു. അവൻ നിറകണ്ണുകളോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. നീ നീ ഇപ്പം എന്താ എന്നെ വിളിച്ചത്? അയാൾ അവൻ്റെ രണ്ട് ഷോൾഡറിലും കൈവച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ സന്തോഷത്തിൽ ഞാൻ അറിയാതെ താൻ അച്ഛ എന്ന് വിളിച്ചത് അയാൾക്ക് ഇഷ്ടമായില്ല എന്ന് കരുതി ചാർലി അയാളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. ചാർലി, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ അച്ഛ എന്ന് വിളിക്കുന്നത്. നാട്ടിലെ കുട്ടികളൊക്കെ എന്നെ വല്ലിച്ചനെന്ന് വിളിക്കുമ്പോഴും അച്ഛ എന്നൊരു വിളി കേൾക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ട് എൻ്റെ മരുമകൻ എന്നെ അങ്ങനെ വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ചാർലി. അയാൾ സന്തോഷത്തോടെ അവനെ നോക്കി പറഞ്ഞതും അവനും കണ്ണുകളൊന്ന് തുടച്ചതിന് ശേഷം അയാളെ നോക്കി പുഞ്ചിരിച്ചു. എൻ്റെ ഷീതു അവളോട് പറയണ്ടേ സാർ ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടിയ കാര്യം? അവൻ അയാളെ നോക്കി ചോദിച്ചു. ഇതിനയാൾ പറയണമെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടിയിരുന്നു. ഞാൻ പോയി സിസ്റ്ററിനെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് വരാം. അവൻ പറഞ്ഞതും അയാൾ വീണ്ടും തലയാട്ടി. അവൻ ഐസിയുവിൻ്റെ വാതിലിന് മുന്നിൽ ചെന്ന് തട്ടി. കുറച്ചു നിമിഷം കഴിഞ്ഞതും ഒരു സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി വന്നു. എനിക്ക് ഈ ഷീതുവിനെ ഒന്ന് കാണണം, അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. വൈകിട്ട് റൂമിലേക്ക് മാറ്റും, അപ്പം സംസാരിച്ചാൽ പോരെ? അവർ തിരികെ ചോദിച്ചു. അവൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ, എനിക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് സംസാരിച്ചാൽ മതി. അവൻ വീണ്ടും അവരെ നോക്കി പറഞ്ഞു. അതുകൊണ്ടല്ല സർ, ശീതൾ മാത്രമല്ലല്ലോ അവിടെ കിടക്കുന്നത്. ഇൻഫെക്ഷനോ മറ്റോ ഉണ്ടായാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. റൂം അവൈലബിൾ ആകുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് മാറ്റും. അവർ വീണ്ടും അവനോട് പറഞ്ഞു. പിന്നെ ഞാൻ കയറുന്നില്ല, പകരം ഒരു കാര്യം അവളോട് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയെന്ന് അവളെ ഒന്ന് അറിയിച്ചാൽ മതി. അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞു. അത് ഞാൻ പറഞ്ഞേക്കാം. അതും പറഞ്ഞ് അവർ വീണ്ടും അകത്തേക്ക് കയറിപ്പോയി. അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ചാർലിയുടെ മമ്മിയും പപ്പയും കൂടി അങ്ങോട്ടേക്ക് വന്നത്. ചാർലി, എടാ മോനെ, ക്രിസ്റ്റി നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? നമ്മുടെ മോളെ കിട്ടിയ കാര്യം പറഞ്ഞോ അവൻ? അവൻ്റെ മമ്മി ഓടി വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു. പറഞ്ഞു മമ്മി, ഞാനത് അവളോടൊന്ന് പറയാൻ വേണ്ടിയിട്ട് സിസ്റ്ററിനെ കാണാൻ ചെന്നതാ. പക്ഷെ അവരെന്നെ അകത്തേക്ക് കയറ്റിയില്ല. എന്തായാലും അവളെ കാര്യമൊന്നും അറിയിക്കാൻ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവളും ടെൻഷൻ അടിച്ച് അതിനുള്ളിൽ കിടക്കുകയായിരിക്കും. അവൻ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ ചാർലി, പിന്നെ എന്തിനാ അവളെ ഇപ്പോഴും ഐസിയുവിൽ തന്നെ കിടത്തിയിരിക്കുന്നത്? റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം. അവൻ്റെ പപ്പയാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, കൊണ്ടുവന്നപ്പോൾ ബോധമൊന്നും ഇല്ലായിരുന്നല്ലോ പപ്പേ, അപ്പോൾ ഐസിയുവിലാക്കിയതാ. മാത്രമല്ല റൂമൊന്നും അവൈലബിൾ ആയിട്ടില്ല. അവൈലബിൾ ആകുമ്പോൾ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മാറ്റുമായിരിക്കും. ക്രിസ്റ്റി വേറെ എന്തെങ്കിലും പറഞ്ഞോ പപ്പേ? കുഞ്ഞിനെയും കൊണ്ട് അവരെപ്പോഴേക്കും വരുമെന്ന് പറഞ്ഞോ? അവൻ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു. ഇങ്ങോട്ടേക്ക് വരുവാണെന്നാണ് എന്നോട് പറഞ്ഞത്. എങ്ങനെയാണ് കുഞ്ഞിനെ കിട്ടിയെന്നൊന്നും തന്നെ പറഞ്ഞില്ല. എല്ലാം വന്നിട്ട് നേരിട്ട് പറയാമെന്ന് അവന്മാർ പറഞ്ഞേ. എന്താണെങ്കിലും വേണ്ടിയില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും കൂടാതെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളും നേരാത്ത നേർച്ചകളും ഇല്ല. അവൻ്റെ മമ്മി അവനെ നോക്കി പറഞ്ഞു. മാതാവ് നമ്മളെ അങ്ങനെയൊന്നും കൈവിടില്ല മമ്മി. അവൻ അവരെ നോക്കി പറഞ്ഞതും അവരും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ചാർലിയുടെ പപ്പ ദേവനെ ശ്രദ്ധിക്കുന്നത്. സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. എൻ്റെ പപ്പ അയാളുടെ അടുത്തേക്ക് ചെന്ന് പുഞ്ചിരിയോടെ പറഞ്ഞു. ഒന്നും സാരമില്ല സർ, എനിക്ക് സാഹചര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. അയാളും തിരികെ പറഞ്ഞു. ഞങ്ങളുടെ ആരും അല്ലാഞ്ഞിട്ട് കൂടി ഞങ്ങളുടെ ഒപ്പം ഇങ്ങനെ നിൽക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ ശീതളമോളെ സ്വന്തം മോളെ പോലെ കരുതുന്നതിനും സഹായിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഒക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഞങ്ങൾക്ക്. ചാർലിയുടെ പപ്പയാണ് ദേവൻ്റെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞത്. അത് കേട്ടതും ദേവൻ തിരിച്ചു ചാർലിയെ നോക്കി. ചാർലി അയാളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. അല്ലെങ്കിലും അവളെ ആർക്കെങ്കിലും സ്നേഹിക്കാതിരിക്കാൻ കഴിയോ ഇച്ചായ? ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത കുട്ടിയാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കൂടെയുള്ളവർക്കൊന്നും വരുത്തരുതേന്ന് അവൾ പ്രാർത്ഥിക്കുന്നേ. അതുമാത്രമല്ല, അവളെ ഇനി അങ്ങോട്ട് പോയി ഉപദ്രവിച്ചാലും അവൾക്ക് അതിൽ ഒരു പരാതിയില്ല. അങ്ങനെയുള്ള അവളെ സ്നേഹിക്കാതിരിക്കാൻ നല്ല മനസ്സുള്ള ആർക്കും കഴിയില്ല. അവളുടെ ആ സ്വഭാവം കൊണ്ട് മാത്രം അവൾക്ക് ഇത്ര ശത്രുക്കൾ ഉണ്ടാകാനുള്ള കാരണം. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അവളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും സോണിക്കിപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ റിൻസിയുടെ മരണം കഷ്ടമായി പോയത് അപ്പന്മാരെല്ലാവരും കൂടി ചേർന്ന് ആ കുട്ടിയെ കൊന്ന് കളഞ്ഞതാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരു പക്ഷേ അതിനൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ഇപ്പോഴൊന്നും മരിക്കേണ്ടതല്ല. ചാർലിയുടെ മമ്മി അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നിയിരുന്നു. പപ്പേ, മമ്മി, നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം തരുന്ന ഒരു സർപ്രൈസ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പിന്നെ റൂമിലേക്ക് മാറ്റിയതിന് ശേഷം എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഞാനത് പറയും. നിങ്ങൾ ഒരിക്കലും അത് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. അവൻ സന്തോഷത്തോടെ അവരെ നോക്കി പറഞ്ഞതും അതെന്താണെന്നുള്ള അർത്ഥത്തിൽ അവർ രണ്ടുപേരും തിരികെ അവനെ നോക്കി നെറ്റി ചുളിച്ചു. വർഗീസിന്റെ കാർ റോഡിലൂടെ ഇരച്ചു പാഞ്ഞു പോകുകയാണ്. ഇനി എന്തു വന്നാലും പോലീസുകാരുടെ മുൻപിൽ പിടിക്കപ്പെടുമെന്നും ഉണ്ടായിരുന്നതൊക്കെയും തനിക്ക് നഷ്ടപ്പെടുമെന്നും അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അയാൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ തന്നെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരുന്ന തൻ്റെ ഫോൺ ഓണാക്കി. ശേഷം വെപ്രാളത്തോടെ അയാളുടെ ഭാര്യയുടെ ഫോണിലേക്ക് വിളിച്ചു. എന്നാൽ അത് ആരും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇവളിത് എവിടെ പോയി കിടക്കുക? അയാൾ വീണ്ടും ഒരു കൈകൊണ്ട് ഫോൺ വിളിക്കുകയും മറുകൈ സ്റ്റിയറിംഗിൽ അമർത്തുകയും ചെയ്തു.
പെട്ടെന്നാണ് ഒരു പോലീസ് ജീപ്പ് അയാളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് ഓവർടേക്ക് ചെയ്ത് നിർത്തിയത്. അങ്ങനെ ചെയ്തതും അയാൾ പെട്ടെന്ന് അയാളുടെ കാർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. താൻ പിടിക്കപ്പെട്ടു എന്ന് അയാൾക്ക് മനസ്സിലായി. ഇപ്പോൾ പിടികൊടുത്താൽ തനിക്ക് ഒരിക്കലും തൻ്റെ മകളെ അവസാനമായിട്ട് ഒന്ന് കാണാൻ കഴിയില്ല എന്ന് അയാൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനെന്ന പോലെ അയാൾ പുറകിലേക്ക് തന്നെ കാർ എടുത്തു. എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് മറ്റൊരു പോലീസ് വാഹനം കൂടി അയാളുടെ കാറിനെ പുറകിൽ വലയം വെച്ചിരുന്നു. അയാൾ കാറിന്റെ സ്റ്റിയറിംഗിൽ അടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. പെട്ടെന്ന് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയ കാറിൽ നിന്നും രഞ്ജിത്ത് പുറത്തേക്ക് ഇറങ്ങി. ശേഷം അയാളുടെ ഡ്രൈവർ സീറ്റിന്റെ അടുത്തേക്ക് ചെന്നു. മിററിലൊന്ന് തട്ടി അയാൾ ഗ്ലാസ് തുറന്നു. മാന്യമായിട്ട് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ബലം പ്രയോഗിക്കാതെ ഇവിടുന്ന് പോകാം. അതല്ല രക്ഷപ്പെടാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിയമങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അയാൾ പറഞ്ഞതും വർഗീസ് വിയർത്തുപോയിരുന്നു. പെട്ടെന്ന് അയാൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മറ്റു 2 പോലീസുകാരും കൂടി അയാളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. അയാളെ പോലീസ് ജീപ്പിലേക്ക് കയറ്റിയതിനു ശേഷം ആ ജീപ്പ് അവിടെ നിന്നും കടന്നുപോയി. റിൻസിയുടെ ബോഡി അവളുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ പള്ളിക്കാരും ബന്ധുക്കളും ഒക്കെയും അവളുടെ മരണവിവരം അറിഞ്ഞിരുന്നു. അവളുടെ മമ്മി നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഒരിക്കലും തൻ്റെ മകളുടെ മരണം അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അവളുടെ ആത്മഹത്യ ഒരു ഷോക്ക് തന്നെയായിരുന്നു. കാരണം അവരെല്ലാവരും കാണുകയും അറിയുകയും ചെയ്യുന്ന റിൻസി ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ആരുടെ മുൻപിലും അടിപതറാത്ത കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു പെൺകുട്ടി. ഇത്രയും ധൈര്യമുള്ള ഒരു പെൺകുട്ടി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള സംശയമായിരുന്നു നാട്ടുകാർക്കും വീട്ടുകാർക്കും പള്ളിക്കാർക്കും ഒക്കെയും തന്നെ ഉണ്ടായിരുന്നത്. അതുമാണ് അവളുടെ വീട്ടിലെ ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം നൽകിയത്. അവൻ്റെ ആറ്റിറ്റ്യൂഡ് കാണുന്തോറും പരസ്പരം എല്ലാവരും നിന്ന് പിറുപിറുക്കാൻ തുടങ്ങി. കാരണം അവളുടെ മരണത്തിൽ ഒട്ടും തന്നെ വിഷമമില്ലാത്തതുപോലെയാണ് അവൻ്റെ ഓരോ പെരുമാറ്റവും അവർക്ക് തോന്നിയത്. തൻ്റെ ഭാര്യയാണ് ആ വീട്ടിൽ മരിച്ചു കിടക്കുന്നതെന്ന് അവന് യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. സമയം ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു. എല്ലാവരും അവളെ കാണാൻ വേണ്ടി ആ വീട്ടിലേക്ക് ഒഴുകിയെത്തി. കുറച്ച് നിമിഷം കഴിഞ്ഞതും ഒരു കണ്ണാടിയൊക്കെ വെച്ച് സാരി ഉടുത്ത ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്നു. ഒരു നിമിഷം റിൻസിയുടെ ബോഡിയിലേക്ക് അവളുടെ മുഖത്തേക്കും ആ പെൺകുട്ടി നോക്കി നിന്നു. തനിക്ക് അവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം ആ പെൺകുട്ടിയുടെ മുഖത്ത് ഉണ്ടായിരുന്നു. റിൻസിയുടെ ഹസ്ബൻഡ് ആദം എവിടെയാണ്? അവളുടെ മുഖത്തു നിന്നും കണ്ണുകൾ പിൻവലിച്ചതിന് ശേഷം തൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ഒരാളെ നോക്കി അവൾ ചോദിച്ചതും അവർ ആദത്തിനെ അവൾക്ക് കാണിച്ചു കൊടുത്തു. അവനെ കണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു. ആദം. അവൾ അവൻ്റെ പുറകിൽ ചെന്ന് വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. തൻ്റെ മുൻപിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് അവനത് ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ ഡോക്ടർ നന്ദന. റിൻസിയെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ്. സ്വയം അവന് പരിചയപ്പെടുത്തി. ആ ഡോക്ടർ. അവൻ തിരികെ അവളെ നോക്കി വിളിച്ചു. എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണമായിരുന്നു. നന്ദന അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി. ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ലെന്ന് എനിക്കറിയാം. എൻ്റെ നമ്പർ നോട്ട് ചെയ്തോളൂ. ഫ്രീ ആകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. അതും പറഞ്ഞ് അവൾ അവളുടെ നമ്പർ അവന് പറഞ്ഞു കൊടുത്തു. അവനത് ഫോണിലേക്ക് സേവ് ചെയ്യുകയും ചെയ്തു. ശരി, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് റിൻസി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വീട് തപ്പിപ്പിടിച്ച് ഞാൻ വന്നത്. എന്നെ നോക്കി പറഞ്ഞതും അവൻ വീണ്ടും തലകുലുക്കിയിരുന്നു. നന്ദന അവൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കിയതിനു ശേഷം മുൻപിലേക്ക് നടന്നു. പിന്നെ എന്തോ ആലോചിച്ചതുപോലെ ഒന്ന് നിന്നു. അവൾ അങ്ങനെ നിൽക്കുന്നത് കണ്ട് അവനും സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ആദം, ഒരു പക്ഷെ താൻ റിൻസിയെ അവൾ ആഗ്രഹിച്ചതുപോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. തനിക്ക് നല്ലൊരു ഭാര്യയായിട്ടും തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ടും അവളെ മനസ്സിലാക്കാൻ തനിക്ക് സാധിച്ചില്ല. അല്ല, അതിന് മുതിർന്നില്ല എന്നുള്ളതാണ് സത്യം. പൂർണ്ണമായിട്ടും അവളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ഞാൻ ഒരിക്കലും സ്ഥാപിക്കുന്നില്ല. പക്ഷേ ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു തൻ്റെ അടുത്തു നിന്നും. അവൾ അത്രയും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും കടന്നുപോയി. എന്നാൽ അത് കേട്ട് ആദം അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഡോക്ടർ നന്ദന അങ്ങനെയൊക്കെ അവനോട് പറഞ്ഞതെന്ന് അവന് മനസ്സിലായില്ല. റയാനും ക്രിസ്റ്റിയും കുഞ്ഞിനെയും കൂട്ടി ആദ്യം പോയത് അവരുടെ വീട്ടിലേക്കാണ്. അവിടെ ഋഷുവും അവളുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞാകെ മുഷിഞ്ഞ് വല്ലാതെയായി പോയിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് ഫ്രഷ് ചെയ്യിപ്പിക്കാമെന്ന് കരുതിയാണ് റയാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. ഋഷുവിൻ്റെ മമ്മിയാണ് അവളെ കുളിപ്പിക്കുന്നത്. ുമായിട്ട് സംസാരിക്കാൻ ഒരു സാവകാശം കിട്ടാത്തതുകൊണ്ടും ഇത്രയും നേരം അവനെ കാണാത്തതുകൊണ്ടും അവനെ കാണണമെന്ന് ഋഷു ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ക്രിസ്റ്റിയും ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി അവൻ്റെ റൂമിലേക്ക് പോയിട്ടുണ്ട്. നിമ്മി അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള ചായ ഇട്ടിരുന്നു. അത് താൻ കൊണ്ടു കൊടുത്തോളാം എന്ന് പറഞ്ഞ് ക്രിസ്റ്റിയുടെ റൂമിലേക്ക് പോയിരിക്കുകയായിരുന്നു ഋഷു. റയാൻ ആണെങ്കിൽ റിയയെ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയുകയാണ്. കുഞ്ഞിനെ ഷീതുവിനെയും കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴാണ് റിയയ്ക്ക് സമാധാനമായത്. ഇന്നും കൂടി അവരുടെ യാതൊരു വിവരവും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും തിരികെ വരുമെന്ന് വാശി പിടിച്ച് നിൽക്കുകയായിരുന്നു അവളും. ഋഷു ചായയുമായി ക്രിസ്റ്റിയുടെ മുറിയിലേക്ക് ചെന്നു. അവൾ ചെന്നപ്പോൾ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പതിയെ ശബ്ദമുണ്ടാക്കാതെ ഹാൻഡിലിൽ പിടിച്ച് ഡോർ തുറന്നതിന് ശേഷം അവൾ അകത്തേക്ക് കയറി. അവൻ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. ചായ ടേബിളിന്റെ പുറത്തേക്ക് വെച്ചതിന് ശേഷം അവനെയും കാത്ത് കട്ടിലേക്ക് ഇരുന്നു അവൾ. കുറച്ചു നിമിഷം കഴിഞ്ഞതും അവൻ ബാത്റൂമിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ടവൽ ഉടുത്തുകൊണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ശബ്ദം കേട്ട് മുഖമുയർത്തി നോക്കിയ ഋഷു കാണുന്നത് കുളിച്ചിറങ്ങി പാതി നനവോടെ ഇറങ്ങി വരുന്ന ക്രിസ്റ്റിയാണ്. അവൻ്റെ നെഞ്ചിലെ രോമത്തിലേക്കും വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവൻ്റെ ശരീരത്തിലേക്ക് നോക്കി അവൾ വെള്ളമിറക്കി. എൻ്റെ മാതാവേ, ഇങ്ങേർക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നോ? സോ ഹോട്ട്, അവൾ സ്വയം പറഞ്ഞു.
എന്താടി നിനക്ക് അത്രയ്ക്ക് ചൂടെടുക്കുന്നോ? തിരികെയുള്ള അവൻ്റെ മറുപടി കേട്ടതും ഋഷി ഞെട്ടിപ്പോയി. അപ്പോഴാണ് താൻ സ്വയം പറഞ്ഞത് അവൻ കേട്ടു എന്ന് അവൾക്ക് മനസ്സിലായത്. അവൻ തിരികെ അങ്ങനെ ചോദിക്കുന്നത് കേട്ട് അവൾ 32 പല്ലും കാണിച്ച് അവനെ നോക്കി ചിരിച്ചു. പിന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ നോട്ടവും രീതിയൊക്കെ കണ്ട് ക്രിസ്റ്റി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. നിനക്കെന്താടി ഇതുവരെ കാണാത്തൊരു ആക്ഷനും റിയാക്ഷനും ഒക്കെ? ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇങ്ങനെ നനഞ്ഞ കോഴിയെപ്പോലെ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാച്ചായ ഞാൻ വെള്ളം ഇറക്കി നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? എനിക്കുമില്ലേ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ? വല്ലാത്തൊരു ഭാവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ് സ്വയം ചുണ്ടൊന്ന് കടിച്ച് ശേഷം അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അയ്യേ, നിനക്കെന്തടി വട്ടായോ? അവളുടെ രീതികൾ കണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഇങ്ങനെ പോയാൽ ശരിക്കും എനിക്ക് വട്ടാവും. വട്ടായാൽ പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല മാതാവേ. എന്നെ നീ തന്നെ രക്ഷിക്കണേ, അവൾ സ്വയം പറഞ്ഞിരുന്നു. അവനാണെങ്കിൽ ഇവൾ എന്തൊക്കെയാ പറയുന്നതെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. പെട്ടെന്ന് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. അവൻ്റെ ശരീരത്തിലെ തണുപ്പ് അവളുടെ ശരീരത്തിലേക്കും വ്യാപിക്കുന്നത് പോലെ അവളുടെ മാറുകൾ അവൻ്റെ നെഞ്ചിൽ അമർന്നു. അതവനെ ചൂട് പിടിപ്പിക്കുന്നതിന് തുല്യമായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ സ്വന്തം വികാരത്തെ കടിച്ചമർത്തി അവളുടെ ശരീരത്തെ ചേർത്ത് പിടിക്കാതെ അവൻ കപടദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി.